വിശുദ്ധ കരമുയർത്തി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈ നല്ല പകൽക്കാലം നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. അവങ്കലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഈ നല്ല പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിന് തണുപ്പായി മാറട്ടെ. അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിപ്പാൻ ഈ പകൽക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവം ഇന്ന് വരെയും കൈവിടാതെ നമ്മെ താങ്ങി നിർത്തിയ ദൈവത്തിന്റെ നിസ്തുല്യ സ്നേഹത്തെ ഓർത്ത് ഈ നല്ല പകൽക്കാലം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ പായിക്കാം. സങ്കീർത്തനങ്ങൾ 18 4, 5, 6 വാക്യം ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 18 അതിന്റെ 4, 5, 6 വാക്യം. മരണപാശങ്ങൾ എന്നെ ചുറ്റി. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എടുത്ത് വായിക്കാം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു. കൈ ഇവിടെ വെച്ചോണേ. മരണത്തിന്റെ കെണികളും എന്നെ കടന്നു പിടിച്ചു. ദൈവപ്പൈതലേ, ഈ ഭൂതലത്തിൽ നീ നിൽക്കുന്നത് നിന്റെ മിടുക്ക് കൊണ്ടാണ് എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ അല്ല കുഞ്ഞെ, ദൈവത്തിന്റെ കരുണയാ. സ്വത്രം. പിശാചലർന്ന സിംഹം പോലെ ഏത് വിധത്തിലും നിന്നെ ഒതുക്കുവാൻ, നിന്റെ കൂട്ടാളിയെ തകർക്കുവാൻ, നിന്റെ നന്മയെ ഇല്ലാതാക്കുവാൻ, നിന്റെ ഭവനത്തിന്റെ സന്തോഷം കെടുത്തിക്കളയുവാൻ, രോഗങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക കഷ്ടങ്ങളും നഷ്ടങ്ങളും കൊണ്ടുവന്ന് നിന്നെ ഞെരുക്കുമ്പോൾ നീ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി ആത്മസമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ച് ആ സമാധാനം നഷ്ടപ്പെട്ട് നിന്റെ ഭവനത്തിനകത്ത് ഇനി എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിച്ച് വന്നിരുന്ന് ഞരങ്ങുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് വ്യക്തമായി കേൾക്കണമേ. സ്വത്രം. എന്താ അടുത്ത വാക്യം പറഞ്ഞത്? എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. നോക്ക്, എന്തുകൊണ്ടാണെന്നറിയാമോ സങ്കീർത്തനക്കാരൻ പറയുന്നത്? ലോകത്തിൽ ആശ്രയിച്ചാൽ, ലോക മനുഷ്യരിൽ ആശ്രയിച്ചാൽ, വൈദ്യന്മാരെ ആശ്രയിച്ചാൽ ഏത് കാര്യത്തിലും ഒരു പരിധി ഉണ്ടാകും, പരിമിതി ഉണ്ടാകും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ പരിധി കൂടാതെ അവൻ സകലതും തന്നു നിറയ്ക്കും. ഇത്തിരി പാടാ, ഇത്തിരി ബുദ്ധിമുട്ടാ. കാരണം ചിലതൊക്കെ വിട്ടുതിരിയണം. ദൈവത്തിന് പ്രസാദമായി നിന്നെ വിട്ടുകൊടുക്കണം. ദൈവ ഇഷ്ടം ചെയ്യുവാൻ നീ തയ്യാറാകണം. നിന്റെ സന്തതിക്കും നിന്റെ കൂട്ടാളിക്കും വേണ്ടി നീ ഇടിവ് നിൽക്കാൻ തയ്യാറാകണം. ദൈവവചനം പറയുന്ന പ്രകാരം യാത്ര ചെയ്യണം. അങ്ങനെയെങ്കിൽ മാത്രമേ നിന്റെ നിലവിളി സ്വർഗത്തിൽ അവൻ കേൾക്കത്തുള്ളൂ. സ്വത്രം. ആ നിലവിളിയും പ്രാർത്ഥനയും ജൽപ്പനമാകരുത്, ഹൃദയത്തിനകത്ത് നിന്ന് വേണം വരാൻ. ദാവീദ് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ കഷ്ടതയുടെ നടുവിൽ ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. ദൈവ പൈതലേ, നിന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന ഹൃദയ നുറുക്കത്തോടെയാണെങ്കിൽ, വചനം പറയുന്ന പ്രകാരമാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, വേർപെട്ട് നിന്റെ മുറിക്കകത്ത് കയറിയിരുന്ന് കണ്ണുനീരോടെയാണ് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ സ്വർഗം ആ കണ്ണുനീരിന്റെ മുമ്പിൽ ഇറങ്ങി വരും. നിന്റെ കണ്ണുനീർ ഒരു പക്ഷേ നിന്റെ കൂട്ടാളി കണ്ടെന്ന് വരത്തില്ല, നിന്റെ പിതാവ് കണ്ടെന്ന് വരത്തില്ല, നിന്റെ മാതാവ് കണ്ടെന്ന് വരത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾ കണ്ടെന്ന് വരത്തില്ല. പക്ഷേ നിന്റെ ദൈവം ആ കണ്ണുനീരിന് മറുപടി തരും. അന്ന് നിന്റെ കുഞ്ഞുങ്ങൾ പറയും, നിന്റെ കൂട്ടാളി പറയും, നിന്റെ മാതാവ് പറയും, നിന്റെ പിതാവ് പറയും, അവളുടെ ദൈവം അവളുടെ കണ്ണുനീരിന് മറുപടി നൽകിയെന്ന്. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കരഞ്ഞാൽ എന്റെ സ്വർഗത്തിലെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടയ്ക്കാൽ ഓൺ ദ സ്പോട്ട്
നാട്ടിൽ ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. ചോദിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, നിലയ്ക്കുന്നതിന് ഉപരിയായി നിങ്ങളെ ഉയർത്തുവാൻ എന്റെ കർത്താവ് മനസ്സുള്ളവനാ. അതുകൊണ്ട് മുട്ടിപ്പായി ദൈവത്തിൽ പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തയ്യാറാകുക. അവങ്കിലേക്ക് നോക്കുവാൻ നിങ്ങൾ മനസ്സ് വെക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ സ്വർഗം നിങ്ങൾക്ക് തരും. പക്ഷേ എന്റെ നിലവിളി കേട്ടു, അപേക്ഷ കേട്ടു. സ്വർഗത്തിലെ ദൈവം തന്റെ മന്ദിരത്തിൽ നിന്ന് അവന്റെ അപേക്ഷ കേട്ടു. സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവം അത് കേട്ടത്? തന്റെ പൈതലായതുകൊണ്ടാ. സ്തോത്രം. നിന്റെ അപേക്ഷ ദൈവം കേട്ടത് നിന്നെ ദൈവം കണ്ടതുകൊണ്ടാ. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞാലും ഇനി മുൻപോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല എന്ന് നീ പറയുമ്പോൾ നീ പോലും അറിയാത്ത വാതിലുകൾ സ്വർഗത്തിലെ ദൈവം നിനക്കു തുറന്നു തരും. വിശ്വാസത്തോടെ നീ ദൈവത്തിലേക്ക് നോക്കണം. സ്തോത്രം. നോക്ക്, എല്ലാ വഴികളും നിന്റെ മുമ്പിൽ അടഞ്ഞാലും സർവശക്തനായ ദൈവം നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ അടയപ്പെട്ട വഴികളെ നിനക്ക് വേണ്ടി തുറക്കും. നീ നിന്റെ സന്തതി ഓർത്ത് കരയുന്നെങ്കിൽ ആ സന്തതിക്ക് ഒരു മറുപടി സ്വർഗത്തിലെ ദൈവം കൊടുക്കും. നീ നിന്റെ കൂട്ടാളി ഓർത്താണ് നീ വ്യാകുലപ്പെടുന്നെങ്കിൽ നിന്റെ കൂട്ടാളി ദൈവം അനുഗ്രഹിക്കാതെ പോകത്തില്ല. നിന്റെ ദൈവദാസനെ ഓർത്താണ് നീ കരയുന്നെങ്കിൽ നിന്റെ ദൈവസഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാതെ ഇരിക്കത്തില്ല. നിന്റെ തലമുറയെ ഓർത്താണ് നീ ഭാരപ്പെടുന്നെങ്കിൽ ലോകം മറന്നാലും ദൈവം നിന്റെ തലമുറയെ മറക്കത്തില്ല. നിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി തന്ന് നടത്തുവാൻ എന്റെ കർത്താവ് മതിയായവനാ. അതുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ നീ തയ്യാറാകുമ്പോൾ ലോകമടച്ച വഴി സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. പിശാച് കെട്ടിയ കെട്ടുകൾ നിനക്ക് വേണ്ടി സ്വർഗം അഴിക്കും. ശാപത്തിന്റെ മണ്ഡലങ്ങൾ കൊണ്ടിട്ട് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പാരമ്പര്യ ശക്തികൾ നിന്റെ മുമ്പിൽ നിർജീവമായി തീരുന്നു. സ്തോത്രം. ആകയാൽ ജഡത്തിന്റെ പ്രവർത്തികൾ വിട്ട് ദൈവ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറായാൽ സകല നാമത്തിനും മേലായ നാമം നൽകി സ്വർഗം നിങ്ങളെ ഉയർത്തും. Praise the Lord. Praise the Lord. Okay, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം നിങ്ങളെ ഉയർത്തണമെങ്കിൽ ജഡത്തിന്റെ പ്രവർത്തികൾ വിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. നേർച്ചകൾ കൊണ്ടോ, കാഴ്ചകൾ കൊണ്ടോ, കൂദാശകൾ കൊണ്ടോ, ദാനധർമ്മങ്ങൾ കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ കാലം കഴിഞ്ഞുപോയി. യാഗമർപ്പിച്ച് നിയമം ചെയ്ത് ദൈവത്തോടു കൂടെ വസിച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ പരമയാഗമായ ക്രിസ്തു പറഞ്ഞത്, സ്തോത്രം, ഇനി നിന്റെ വീണ്ടെടുപ്പ് എന്റെ ആത്മാവാ. അങ്ങനെ ആത്മാവിന്റെ വിലയായി നീ മാറ്റപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ ഒരനർത്ഥവും വന്ന് ഭവിക്കാതെ സർവശക്തനായ ദൈവം നിന്നെ അന്ത്യത്തോളം വഴി നടത്തും. അങ്ങനെ വഴി നടത്തുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നീ എങ്ങനെയായിരിക്കണമെന്ന ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വാക്യം പറയുന്നത്. സ്തോത്രം. വായിച്ചേ, ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെ. പ്രൈസ് ദി ലോർഡ്. ജഡത്തിന്റെ പ്രവർത്തികൾ ദൈവത്തിൽ നിന്നെ അകറ്റും. ദൈവകോപത്തിന് നീ ഇരയായിത്തീരും. എന്നാൽ ജഡസ്വഭാവം വിട്ടുതിരിഞ്ഞ് ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തിന് മഹത്വം കരറ്റുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം കാണും. ഒന്ന് വായിച്ചേ. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന. സ്വത്രം. അവിടെ കൈവയ്ക്കണേ. സ്വത്രം. ഓക്കെ. ജഡത്തിന്റെ പ്രവർത്തികൾ നിന്നെ ദൈവത്തോട് അടുപ്പിക്കുകയല്ല, പകരം ദൈവത്തിൽ നിന്നും, ദൈവിക നന്മയിൽ നിന്നും, ദൈവിക സന്തോഷത്തിൽ നിന്നും, ദൈവിക അനുഗ്രഹത്തിൽ നിന്നും നിന്നെ അകറ്റിക്കളയുക. അതാര് കൊണ്ടുവരുന്നതാണെന്നറിയാമോ? പിശാച് കൊണ്ടുവരുന്നതാ. പിശാച് കൊണ്ടുവരുന്നതാ. നിന്റെ മുമ്പിൽ ലോകമോഹങ്ങൾ കൊണ്ടുവന്ന് സ്വത്രം പാപത്തെ നിന്നെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാചിന്റെ പദ്ധതികളെ വിട്ടുതിരിഞ്ഞാൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാൻ കഴിയത്തുള്ളൂ. സ്വത്രം. അടുത്തേ, ആഭിചാരം. നമ്മൾ ആഭിചാരം ചെയ്യുന്നവരാണോ? ഒരിക്കലുമല്ല. പക്ഷെ നമ്മൾ ആഭിചാരം ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. സ്വത്രം. ഉണ്ടോ? സ്വത്രം ഉണ്ട്. എന്താ?
സ്വോത്രം. ഏറ്റവും വലിയ അഭിചാരവും ഏറ്റവും വലിയ പാപവും എന്താ? നിന്റെ സഹോദരനെ നിസാര എന്ന് പറയുന്നതാ. സ്വോത്രം. നിന്റെ കൂടപ്പുറപ്പിനെ സ്നേഹിപ്പാൻ കഴിയാതെ പോകുന്നതാ. ഇനി ആരാ കൂടപ്പുറപ്പ്? നിന്റെ രക്തത്തിൽ ജനിച്ചവനാണോ കൂടപ്പുറപ്പ്? സ്വോത്രം. ദൈവത്തിന്റെ വചനം ആരെ കുറിച്ചാ പറയുന്നറിയാമോ? കർത്താവിന്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട. വല്ല മനസ്സിലാവുന്നുണ്ടോ? നിന്റെ കൂട്ടു സഹോദരൻ, നിന്നോട് കൂടെ ഒരപ്പത്തിനും ഒരു പാനപാത്രത്തിനും ഓഹരിക്കാരായവനെ, നിന്റെ കൂട്ടുവിശ്വാസിയെ, സ്വോത്രം, അവനെ നിന്നേക്കാൾ ശ്രേഷ്ഠൻ നീ എണ്ണാതെ അവനെ നിസാരനെന്ന് കണ്ട് തള്ളിവിട്ടാൽ നീ എന്ത് ചെയ്യുന്നു? ആഭിചാരം ചെയ്യുന്നു. പക, പിണക്കം, കോപം, ക്രോധം, ഈർഷ്യ, ദ്വന്ദ്വപക്ഷം എല്ലാം അതിനകത്ത് കയറി വരും. അങ്ങനെ വരുമ്പോൾ നീ നിന്റെ കൂട്ടുകാരന് വേണ്ടി എന്ത് ചെയ്യുന്നു? ആഭിചാരം ചെയ്യുകയാ എന്ന് പറഞ്ഞ അവനെ തകർക്കാൻ പദ്ധതിയിടുകയാ. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചെയ്യുന്നവനെ ദൈവം വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യുന്നവനെ ദൈവം വെറുക്കുന്നു. അടുത്ത പിണക്കം. സ്വോത്രം. ഏത് കാര്യം പറഞ്ഞാലും ദേഷ്യമാ, പിന്നെ മിണ്ടത്തില്ല, ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് പറയണ്ടായ സാഹചര്യം എന്തുവാ? അതിന്റെ കാരണം എന്തുവാ? അതെന്റെ കയ്യിലെ കുറവ് കൊണ്ടല്ലേ, ഇല്ലെങ്കിൽ ഞാനത് കേൾക്കാഞ്ഞത് കൊണ്ടല്ലേ, ഞാനത് അനുസരിക്കാഞ്ഞത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ക്ഷമിപ്പാൻ കഴിയാതെ അകത്ത് പക വെച്ച് പുലർത്തുന്ന ഒരു മനോഭാവം, അത് നമ്മിലുള്ളിടത്തോളം കാലം ആ നന്മയ്ക്ക് പകരം തിന്മ കടന്നു വരും. സന്തോഷത്തിന് പകരം കണ്ണുനീര് വരും. സ്വത്രം. സമാധാനത്തിന് പകരം സമാധാനം നഷ്ടപ്പെടും. സ്വത്രം. കുഞ്ഞെ, നീ അധ്വാനിക്കുന്ന നിന്റെ നന്മ നിനക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും അനുഭവിപ്പാൻ ദൈവം തരുന്നതാ. അത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ കൊടുത്താൽ മതി. ദൈവം ആരെ നിർബന്ധിച്ച് ഒരു കാര്യവും ചെയ്യിക്കുന്നില്ല. അങ്ങനെ നിർബന്ധിച്ച് ചെയ്താൽ ദൈവകോപത്തിന് ഇരയായിത്തീരും. മനസ്സോടെ ചെയ്യുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ആഗ്രഹം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് കൂടെ വസിപ്പാനാണെങ്കിൽ നിന്റെ അകത്ത് എന്തുണ്ടാകത്തില്ല? ഈ വൈരാഗ്യ ബുദ്ധി ഉണ്ടാകത്തില്ല, പാഷ്വാലിറ്റി ഉണ്ടാകത്തില്ല, പിണക്കം ഉണ്ടാവത്തില്ല. സ്വത്രം. പക്ഷെ നമ്മുടെ അകത്ത് എന്തേ ഉള്ളൂ? ഈ പാഷ്വാലിറ്റി, ഈ പിണക്കം, ഈ വൈരാഗ്യ ബുദ്ധി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുകയില്ല. അടുത്തേ ശാഠ്യം. സ്വത്രം. എന്താണ്? അനുസരിക്കാനുള്ള മനോഭാവമില്ല, തട്ടിത്തെറിപ്പിച്ചിട്ട് പോകുന്ന ഒരനുഭവം. സ്വത്രം. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, അത് എന്നെ കുറിച്ച് തന്നാ പറഞ്ഞത്. സ്വത്രം. അതുകൊണ്ട് ഞാനിനി വരുന്നില്ല. സ്വത്രം. ഈ സ്വഭാവം എവിടുന്നാ വന്നത്? അകത്ത് ദൈവസ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ട് വരികയാ. സ്വത്രം. ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്ക്, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത്? എന്റെ ഭാഗത്ത് പരാജയം കണ്ടിട്ടല്ലേ പറഞ്ഞത്? അതെന്നെ തിരുത്താനല്ലേ പറഞ്ഞത്? എന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പറഞ്ഞതെന്ന് ഓർത്താൽ ദേഷ്യപ്പെടാൻ തോന്നത്തില്ല, പകരം തിരുത്തി സ്നേഹിക്കാൻ തോന്നും. ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് വ്യക്തമായി, നിനക്ക് ദൈവത്തിൽ നിന്നുള്ള നന്മയും അനുഗ്രഹവും ഉയർച്ചയും വേണമെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധി ചെന്നെങ്കിലേ മതിയാകൂ. അത് ദൈവം കേട്ടത് പ്രസാദിച്ചേ മതിയാകൂ. അതിന് തടസ്സമായി വരുന്ന ഒരു ദുർസ്വഭാവവും എന്നിൽ ഉണ്ടാകരുത് എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ വേണം ദൈവസന്നിധി കടന്നു പോകാൻ. സ്വത്രം. വായിച്ചോ. സ്വത്രം. നമ്മൾ ആരും മദ്യപിക്കുന്നവരല്ല, അതേലും ഭാഗ്യമാണ്. സ്വത്രം. നമ്മളിൽ എന്തുണ്ട്? അസൂയയുണ്ട്, ഭിന്നതയുണ്ട്. സ്വത്രം. ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സ്വത്രം. എന്നിലുണ്ടല്ലോ അസൂയ.
ഞാൻ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ, ഷിബിച്ചാൻ്റെ ചില പാട്ടുകൾ കേൾക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ തോന്നും, എന്നിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നും എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വത്രം ഒരല്ലേ പറഞ്ഞേ? സ്വത്രം. അപ്പൊ ഈ അകത്ത് നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോൾ എന്തുണ്ടാകും? അസൂയ ഉണ്ടാകും. സ്വത്രം. അത് വെച്ചുകൊണ്ട് നീ ദൈവസന്നിധിയിൽ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുകയില്ല. സ്വത്രം. എന്തുകൊണ്ടാണ് അസൂയ വന്നത്? നിന്നേക്കാൾ മറ്റുള്ളവൻ ശ്രേഷ്ഠനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പറഞ്ഞ് പറ. സ്വത്രം. ഈ പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നിനക്കെതിരെ ആരെല്ലാം വാടകോരിയാലും നിന്നോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകൊണ്ട് നീ ജയിച്ച് പുറത്തു വരും. നിന്നോട് പകയും വിദ്വേഷവും വെറുപ്പും വെച്ചോണ്ടിരിക്കുന്നു നിന്റെ മുമ്പിൽ തകർന്നു വീഴും. നിന്റെ കണ്ണുകൊണ്ട് നീ കാണുക. ഹല്ലേലൂയ പറഞ്ഞ് പറ. സ്വത്രം. ദൈവ പൈതലേ, എന്റെ ദൈവം മുഖം നോക്കിയിട്ടല്ല നിന്നെ സ്നേഹിക്കുന്നത്. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞ് നീ ദൈവത്തോട് കൂടെ നിൽക്കുന്നത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്ന നിന്റെ ഹൃദയത്തിന്റെ നല്ല മനസാക്ഷി കണ്ടിട്ടാണ് ദൈവം നിന്നോട് കൂടെ നിൽക്കുന്നതും ദൈവം നിന്നെ സ്നേഹിക്കുന്നതും ദൈവം നിന്നെ കരം താങ്ങി ഉയർത്തുന്നതും. സ്വത്രം. ജാരസംഘ, ക്രോധം, ഈർഷ്യ, ദ്വന്ദ്വപക്ഷം ഇത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കത്തില്ല. സ്വത്രം. അപ്പൊ നമ്മൾ പലരും എന്ത് പറയുന്നറിയാമോ? ഞാൻ ഇത്രയും ഉപവസിച്ചിട്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത്രയും സ്വത്ര കാഴ്ച കൊടുത്തിട്ട്, ഞാൻ ഇത്രയും ദശാംശം കൊടുത്തിട്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടി വന്നില്ല. സ്വത്രം. കുഞ്ഞേ, നീ ഓരോ സെക്കൻഡ് ദൈവസന്നിധി മുഴങ്കാലം അടക്കുമ്പോഴും നിന്റെ പ്രാർത്ഥനയുടെ മറുപടി അവൻ കൂട്ടിവെക്കുക. പക്ഷെ എന്തുകൊണ്ടെന്നറിയാമോ മറുപടി വരാത്തത്? അതിന് വ്യക്തമായി നമുക്കൊന്ന് പഠിക്കാം. ശൗലിന്റെ ജീവിതത്തിൽ ശൗലിന്റെ രോഗം വന്നപ്പോൾ, ദുരാത്മാവ് അവന് കയറിയപ്പോ, സ്വത്രം, ദാവീദിനെ വിളിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് പാടി ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ അവന് ദുരാത്മാവ് അവനെ വിട്ടുപോയി. പക്ഷെ ആ സമയത്ത് അവനൊരു പാട്ട് കേട്ടതാ പ്രശ്നം. സ്വത്രം. നമുക്കും അതാണ് പ്രശ്നം. സ്വത്രം. എന്തായിരുന്നു പാട്ട്? സ്വത്രം. ശൗല് 1000 കൊന്ന്, ദാവീദ് 10,000 കൊന്നു. സ്വത്രം. അതായിരുന്നു പ്രശ്നം. ദുരാത്മാവ് പോയതല്ല അവന്റെ വിഷയം, സ്വബോധം വന്നതല്ല അവന്റെ വിഷയം. 10,000 എന്നൊരു വാക്ക് കേട്ടു. അതാർക്ക് കിട്ടേണ്ടതാ? ശൗലിന് കിട്ടേണ്ടതാ. ഇപ്പൊ അതാർക്ക് കിട്ടി? ദാവീദിന് കിട്ടി. കയ്യിലിരുന്ന കുന്തമെടുത്ത് ഒറ്റ എറിയായിരുന്നു, നെഞ്ചാമൂടി നോക്കി. പക്ഷേ എത്ര ശൗലെ നീ ദാവീദിനെ എറിഞ്ഞാലും എൻ്റെ ദൈവം അനുവദിക്കാതെ അവനൊരു മുടിനാരിൽ പോലും കൊള്ളത്തില്ല. നീ യുദ്ധതന്ത്രജ്ഞനായിരിക്കും, നീ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കും, നിനക്ക് സകല അടവുകളും അറിയാവുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ നീ അടഞ്ഞു കിടക്കല്ല, നീ തുറന്നു വരത്തില്ല. കാരണം അവൻ അഭിഷക്തനാ. ദൈവത്തിന്റെ അഭിഷക്തനെ തൊടുവാൻ ആര് കരമുയർത്തിയാലും അവന്റെ കരത്തെ ദൈവം തളർത്തിക്കളയും. ദൈവത്തിന്റെ അഭിഷക്തന് നേരെ, ദൈവത്തിന്റെ മക്കൾക്ക് നേരെ ആരൊക്കെ വാടകോരുന്ന് വെല്ലുവിളിച്ചാലും വെല്ലുവിളിക്കുന്നവൻ വീഴുകയല്ലാതെ ദൈവപൈതലെ നീ വീഴത്തില്ല. നീ ദൈവത്തിന് പ്രസാദമുള്ളവനും പ്രസാദമുള്ളവളുവാ. അതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും. നിന്റെ ശത്രു നിന്റെ മുമ്പിൽ പരാജയപ്പെട്ട് വീഴും. സ്തോത്രം. അടുത്ത വാക്യം. സ്തോത്രം. സ്തോത്രം. എന്താണ് വെറിക്കൂത്ത്? സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് പ്രവൃത്തി നമ്മൾ ചെയ്താലും, ലോകത്തിന്റെ പ്രവൃത്തി കണ്ട് അതിൻ്റെ പിന്നാലെ പോയാലും അത് വെറിക്കൂത്തിന്റെ ഭാഗത്ത് പെടുന്നതാ. അങ്ങനെയെങ്കിൽ ദൈവഹിതമില്ലാത്ത പ്രവൃത്തിക്ക് നമ്മൾ പിന്തുണ കൊടുക്കരുത്. ദൈവസഭയ്ക്കെതിരെ, ദൈവ മക്കൾക്കെതിരെ, ദൈവദാസനെതിരെ ആര് സംസാരിച്ചാലും നന്മയും തിന്മയും അറിയാവുന്ന നീ പ്രതികരിക്കാൻ പോകരുത്. പ്രാർത്ഥിക്കണം. സ്തോത്രം. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് ഒരാളൊരു കുറ്റം പറഞ്ഞു എന്നിരിക്കട്ടെ,
ഇനി എന്നെ കുറിച്ച് ഒരാളുടെ കുറ്റം പറഞ്ഞിരിക്കട്ടെ, സ്വത്രം, ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറയാനുണ്ടായ കാരണം, ആ കാരണം അന്വേഷിച്ച് ആരാഞ്ഞ് പോയി തിരുത്തണമെങ്കിൽ അത് തിരുത്തണം. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വം നിന് നഷ്ടപ്പെടാതിരിക്കാൻ. അതല്ല, നിന്റെ ജീവിതത്തിലാണ് ക്രമീകരണം വരുത്തേണ്ടെങ്കിൽ അതിന് ക്രമീകരണത്തിൽ മിണ്ടാതിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. സ്വത്രം. അങ്ങനെ നീ ദൈവത്തോട് കൂടെ വസിപ്പാൻ നീ തയ്യാറായാൽ നിന്റെ ആയുഷ്കാലം നീ കോടീശ്വരനാകുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ യാതൊരു രോഗവും കടന്നു പിടിച്ച് നീ വീട് കടന്ന് അയ്യം വിളിക്കുവാനോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ള മുമ്പേ കരം നീട്ടുവാനോ ദൈവം അനുവദിക്കത്തില്ല. സ്വത്രം. എന്റെ ദൈവം നീതിയുടെ ദൈവമാണ്. എന്റെ ദൈവം കണ്ണുനീര് മറികടന്നു പോകുന്ന ദൈവമല്ല. കണ്ണുനീര് കണ്ടാൽ അടുത്തു വന്ന് കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. സ്വത്രം. മനുഷ്യർക്കൊരു പരിധി വരെ കുറ്റം പറയാനേ സമയം കാണത്തുള്ളൂ. പക്ഷെ എന്റെ കർത്താവ് കുറ്റം മാറ്റി ശ്രേഷ്ഠകരമായി നിന്നെ കഴുകി നടത്തുന്നവനാ. അങ്ങനെയുള്ള ആ കർത്താവിന്റെ ബലമുള്ള കരത്തിൽ നീ നിന്നെ തന്നെ വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെട്ട് വരും. സ്വത്രം. ഓക്കെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ദുർനടപ്പ് കാരണം ദൈവകോപം വരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം യെശയ്യാ 58:12 പറഞ്ഞിങ്ങനെയാണ്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, പാതാള ഗോപുരങ്ങൾ അവയെ ജയിക്കുകയില്ല. സ്വത്രം. യെശയ്യാ 51:3-4 വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ 59:3. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവ പൈതലേ, നിനക്കെതിരെ ശത്രു വാടകോരി നീ തകർന്നു പോകും എന്ന് നീ ചിന്തിച്ച് വ്യാകുലപ്പെട്ട് മനം കലങ്ങിയിരിക്കാതെ നിന്റെ ഭാരം കർത്താവിന്റെ സന്നിധിയിൽ വെക്കാൻ നീ തയ്യാറായാൽ അവന്റെ കരം നിനക്ക് അനുകൂലമായി വെളിപ്പെടും. ദൈവത്തിന്റെ വചനം സങ്കീർത്തനം യെശയ്യാ പ്രവചനം 59-ാം അധ്യായം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നത്. ഈ നല്ല പകൽക്കാലം പറയട്ടെ, അകൃത്യം ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുവെങ്കിൽ സ്വത്രം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു. യെശയ്യാ 58:1, ഉറക്ക വിളിക്ക, അടങ്ങിയിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നീ പ്രതിസന്ധിയുടെ നടുവിൽ മൗനമായിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസനിൽ ഉറപ്പും ധൈര്യമുള്ളവനായി നിൽപ്പാൻ തയ്യാറാകുമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നീ കാണും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, നിന്റെ നിലവിളിക്ക് മറുപടി തരുന്ന സർവശക്തനായ ദൈവം പറയുക. സ്വത്രം. എഫേസ്യർ ലേഖനം 15-ാം അധ്യായം 1, 2, 3 വാക്യം വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. എഫേസ്യർ ലേഖനം 15-ാം അധ്യായം 1, 2, 3 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വത്രം, 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 സ്വത്രം. എഫേസ്യർ ലേഖനം ഇല്ലയോ? സ്വത്രം. 15-ന്റെ 1, 2, 3, 5-ന്റെ സോറി 5-ന്റെ. സ്വത്രം. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അതുപ്രകാരം ദൈവത്തെ അനുഗമിക്കണം. സ്വത്രം. ഹൃദയത്തിനകത്തെ ദുർസ്വഭാവം വിട്ടുതിരിഞ്ഞ് ക്രിസ്തുവിന്റെ മനോഭാവമുള്ളവരായി ദൈവസ്നേഹത്തിൽ നിലനിന്ന് ദൈവത്തെ അനുഗമിപ്പാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ വെളിപ്പെടും. വായിച്ചോ. സ്വത്രം. നോക്ക്, യേശു ക്രിസ്തു തന്നെ തന്നെ നമുക്ക് വേണ്ടി താഴ്ത്തി ക്രൂശിലെ മരണത്തോളം. സ്വത്രം.
നാം ക്രൂശ് അനുഭവിക്കേണ്ടുന്ന നമ്മെ രക്ഷിപ്പാൻ കർത്താവ് തന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടുത്തിയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ നല്ല പകൽക്കാലം പറയട്ടെ, കൊലോസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 5-6 വാക്യം കൂടെ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 5-6 വാക്യം. പ്രൈസ് ഹല്ലേലൂയ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം എല്ലാം വിട്ടു തിരിഞ്ഞിട്ട് സ്വത്രം എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവസന്നിധി സമർപ്പിക്കണം. സ്വത്രം. ഒരു വാക്യം കൂടി വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 12:3. സ്വത്രം. സദൃശ്യവാക്യങ്ങൾ 12:3. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല. സ്വത്രം. എത്ര ഇനി സാമർഥ്യമുള്ള മനുഷ്യനായാലും, ഇനി ഏതെല്ലാം നിലവാരത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളുമുള്ള വ്യക്തിയാണെങ്കിലും, എല്ലാ നിലയിലും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിൽ എത്തിയിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, സകല നിയമങ്ങളും അറിയാവുന്ന വ്യക്തിയാണെങ്കിലും, ദുഷ്ടത കൊണ്ട് അവൻ ഒരിക്കലും സ്ഥിരപ്പെടുകയില്ല. സ്വത്രം. അടുത്തേ. സ്വത്രം. നീതിമാന്മാരുടെ വേര് ഇളകിപ്പോകയില്ല. സ്വത്രം. അങ്ങനെയെങ്കിൽ നാം എന്ത് ചെയ്യണം? സങ്കീർത്തനം 103. സ്വത്രം. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത്ര നല്ല ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഒരിക്കലും, പ്രിയ സഹോദരങ്ങളെ, കുറഞ്ഞു പോകല്ലേ. ശോസ്ത്രം. സങ്കീർത്തനങ്ങൾ 102:6-7 പറഞ്ഞിങ്ങനെയാണ്. സ്തോത്രം. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ, ശൂന്യസ്ഥലത്തെ മുങ്ങ പോലെ, വീടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവ പ്രവർത്തിക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ രാത്രിയുടെ യാമങ്ങളെ പകലുകളാക്കി സ്വർഗത്തിൽ നിന്റെ അടുക്കൽ വന്ന് നിന്റെ കണ്ണുനീര് തുടച്ച് നിന്നെ മാനിച്ചുയർത്തുവാൻ മനസ്സുള്ളതാകയാൽ നിന്റെ പ്രവർത്തികൾ വിട്ടു തിരിഞ്ഞ് പഴയ വഴികളിലേക്ക് ചെന്ന് ചോദിച്ച് നല്ലതേതെന്ന് തിരഞ്ഞെടുത്ത് അതിൽ നടന്നുകൊള്ളാൻ ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ, ഈ നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ സഹോദരങ്ങളെ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ നിന്നെ ആരാധിക്കും. സങ്കീർത്തനം 5:7 പറയുക, അതൊക്കെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ഭക്തിയോടെ ഞാൻ നിന്നെ ആരാധിക്കും. ഈ നല്ല പകൽക്കാലം സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഭൂതലത്തിൽ ഒരവസരം കൂടി സർവശക്തനായ ദൈവം നമുക്ക് തന്നതോർത്ത് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാകയാൽ കർത്താവ് ചെയ്ത വാഗ്ദത്തത്തിനത്രേ, അന്ത്യത്തോളം അവസാന നാളോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഒരു ശത്രുവിന്റെ കരത്തിലും നിന്നെ വിട്ടുകൊടുത്ത് ലോകത്തിന് മുമ്പിൽ പരസ്യ കൊലമാകുവാൻ ഞാൻ അനുവദിക്കയില്ല, എല്ലാ നാളും നിന്നോട് കൂടണമെന്ന് പറഞ്ഞ കർത്താവ് ജീവിതാവസാന നാൾ വരെയും നമ്മെ കരം പിടിച്ചു നടത്തുന്ന ദൈവത്തിന്റെ കരുത്ത് നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.